ആദർശങ്ങൾ ആർക്കും പറയാം. പക്ഷേ പറയുന്നത് ആദർശമാകുന്നതോടുകൂടെ മറ്റുള്ളവരെ പരിഹസിക്കാനും മറ്റുള്ളവരെ അനാദരിക്കാനും സമയം ചെലവഴിക്കുന്നത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കി തീർക്കും. ഈ വേങ്ങരയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. ഇവിടെ വിസ്റ്റം വിഭാഗം മുജാഹിദിന്റെ സമ്മേളനം നടന്നു, KNM-ന്റെ സമ്മേളനം നടന്നു, കാന്തപുരം വിഭാഗത്തിന്റെ സമ്മേളനം നടന്നു, അതുപോലെ തന്നെ കുരുവട്ടൂരികളുടെ സമ്മേളനം നടന്നു. ഇനി ആരതൊക്കെ നടന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞ സമ്മേളനങ്ങളാണ് ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഈ സമ്മേളനങ്ങളിലെ ഒട്ടുമിക്ക പ്രഭാഷണങ്ങളിലും മുഖ്യ പ്രഭാഷണങ്ങൾ, പ്രധാന പ്രഭാഷണങ്ങളൊക്കെ ഞാൻ ഈ സമ്മേളനത്തിന് വേണ്ടി കേൾക്കുകയുണ്ടായി. വളരെ ഖേദകരമെന്ന് പറയട്ടെ, പലരുടെയും പ്രസംഗങ്ങളൊക്കെ എല്ലാ പരിധികളും എല്ലാ അതിർവരമ്പുകളും വിച്ഛേദിച്ചുകൊണ്ടാണ് അവരൊക്കെ സംസാരിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആദർശം ആർക്കും പറയാം, ജമാഅത്തെ ഇസ്ലാമിക്ക് അവിടെ വിശ്വാസം പറയാം, മുജാഹിദിന് അവിടെ ആശയം പറയാം, എല്ലാവർക്കും എല്ലാവരുടെ ആശയങ്ങളും പറയാം. പക്ഷേ കളവ് പറയരുത്. തങ്ങൾ വലുതാകാൻ വേണ്ടി മറ്റുള്ളവരെ ചെറുതാക്കുക എന്നത് വലിയ അബദ്ധങ്ങൾ ഉണ്ടാക്കി തീർക്കും. പരിഹാസം ദഅവത്തിന്റെ മാർഗമല്ല. ഇവിടെ വിസ്ഡം വിഭാഗത്തിന്റെ, ജിന്ന് വിഭാഗത്തിന്റെ, അങ്ങനെ പറഞ്ഞാൽ ഒന്ന് വേഗം മനസ്സിലാകുക, ജിന്ന് വിഭാഗത്തിന്റെ സമ്മേളനം ഇവിടെ നടന്നു. ഏകദേശം 5-5.5 മണിക്കൂർ 6 മണിക്കൂറോളം നീണ്ടുനിന്ന സമ്മേളനം. ആ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിയിരുന്ന ഹുസൈൻ സലഫി, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഒരുപാട് ഭാഗം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ അധിക്ഷേപിക്കാനാണ് അയാൾ ഉപയോഗിച്ചിട്ടുള്ളത്. സമസ്തയുടെ ആദരണീയനായ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പേര് പോലും പറഞ്ഞ് അധിക്ഷേപിക്കാൻ സമയം കണ്ടെത്തി. മാത്രമല്ല, ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ വേങ്ങര കോയപ്പാപ്പ ഉൾപ്പെടെയുള്ള മഹാരഥന്മാരായ ഔലിയാക്കന്മാരെ ഭ്രാന്തന്മാരായും തലക്ക് വെളിവില്ലാത്തവരായും മുദ്ര കുത്തിക്കൊണ്ട് ഇവിടെ സംസാരിച്ചു. മാത്രമല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങളെ വളരെ മോശമായി ഇവിടെ പരാമർശിച്ചു. അത് കേട്ടെഴുന്നേറ്റ് പോയവർക്ക് അത് മാത്രമേ അറിയൂ. കിണറ്റിലെ തവളകളെ പോലെ അത് മാത്രം കേൾക്കുന്നവർക്ക് അത് മാത്രമേ അറിയൂ. ഇത് ലൈവാണ്, ഇതവർ കേൾക്കുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടു കൂടെയാണ് അവിടെ പറഞ്ഞ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് അതിന്റെ ഒരു ഖണ്ഡനം എന്ന നിലയ്ക്ക്, അതിന്റെ ഒരു മറുപടി എന്ന നിലയ്ക്ക് ഞാൻ സൂചിപ്പിക്കുകയാണ്. അദ്ദേഹം ഇവിടെ നടത്തിയ പ്രസംഗത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠ്യപുസ്തകത്തിൽ പണ്ട് കാലങ്ങളിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞ സ്ഥലങ്ങളിൽ എല്ലാം കാണുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ, എല്ലാം അറിയുന്നവൻ എന്നുണ്ടായിരുന്നു. ഇന്ന് എല്ലാം എന്നത് എടുത്തുമാറ്റി വെറും കാണുന്നവൻ, വെറും കേൾക്കുന്നവൻ, വെറും അറിയുന്നവൻ എന്നാക്കി മാറ്റി. എന്തിനാണ് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപദ്ധതിയിൽ എല്ലാം എന്നൊഴിവാക്കിയത്? എന്തിനാണ്? അദ്ദേഹത്തിന്റെ ന്യായം, പണ്ട് കാലത്ത് എല്ലാം അറിയുന്നവൻ അള്ളാഹുവായിരുന്നു. എന്നാൽ സമസ്തയുടെ ഇപ്പോഴത്തെ വിശ്വാസം കുറച്ചൊക്കെ അള്ളാഹ്ക്കറിയും, ബാക്കിയൊക്കെ ഔലിയാക്കന്മാരാണ് അറിയുന്നത്, കുറച്ചൊക്കെ അള്ളാഹ്ക്കറിയും, ബാക്കിയൊക്കെ അമ്പിയാക്കന്മാർക്കാണ് അറിയുന്നത് എന്ന വിശ്വാസം സമസ്തക്കാർക്കുള്ളത് കൊണ്ടാണ് എല്ലാം എന്ന പ്രയോഗം വെട്ടിമാറ്റിയത് എന്ന ഗുരുതരമായ ഒരു ആരോപണം ഹുസൈൻ സലഫി ഈ വേങ്ങരയിൽ 2 ആഴ്ച മുമ്പ് അദ്ദേഹം ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം നിങ്ങളൊന്ന് കേൾക്കി, എന്നിട്ട് ബാക്കി അതിന് സൗകര്യം പോലെ ഞാൻ പറയാം. കണക്ട് റെഡിയല്ലേ? സദസ്സിലിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിത് സത്യമാണെന്ന് കരുതും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവനവന്റെ ആശയങ്ങൾ പറയാം. ഞങ്ങളതാ ഇതാണ് വിശ്വസിക്കുന്നത്, ഞങ്ങൾ ഇതാണ് കൊണ്ടു നടക്കുന്നത്, ഞങ്ങളുടെ മാനദണ്ഡങ്ങൾ ഇതാണ് എന്നവർക്ക് പറയാം. പക്ഷേ തങ്ങൾ വലുതാകുന്നതിന് വേണ്ടി മറ്റുള്ളവരെ കൊച്ചാക്കുന്നത് വലിയ അപകടമായിരിക്കും. അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ നടന്ന പ്രസംഗങ്ങളിലൊക്കെ പറഞ്ഞത് ബിദ്അത്ത് എന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ബിദ്അത്തുള്ള ആളുകളിൽ നിന്ന് അല്ലാഹു തആല തൗബ പോലും സ്വീകരിക്കുകയില്ല എന്ന ഗുരുതരമായ വിഷയം ഹബീബായ സയ്യിദുനാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ബിദ്അത്തുകാരിൽ നിന്ന് ഹജ്ജ് സ്വീകരിക്കില്ല, ബിദ്അത്തുകാരിൽ നിന്ന് ഉംറ സ്വീകരിക്കില്ല, നിസ്കാരം സ്വീകരിക്കില്ല, സർഫൻ വലാ അദില, ഫർളും സുന്നത്തുമായ ഒരു കാര്യവും ബിദ്അത്തുകാരിൽ നിന്ന് അല്ലാഹു തആല സ്വീകരിക്കൂല എന്ന് നമ്മളെ പഠിപ്പിച്ചത് മുത്തുനബി തങ്ങളാണ്. അത്രയും ഗൗരവമുള്ള കാര്യമാണ്. തങ്ങളെ റെഡിയാ?